ഉള്ളേരിയിൽ സിറ്റിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ എങ്ങനെയുണ്ട് സിറ്റി ഡ്രൈവ്? ഇത് ഒരു കാറാണ്, ജീപ്പിൽ പോയി ജീപ്പിന്റെ പൊസിഷൻ ഉള്ളൊരു കാർ, കമാൻഡിങ് പൊസിഷൻ ഉള്ളൊരു കാർ. പിന്നെ കാറതും പറഞ്ഞ് ഇങ്ങനെ വെട്ടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ 2 മലക്കൊക്കെ പറഞ്ഞിരിക്കത്തില്ല, രീതിക്ക് ഓടിക്കണം. അല്ല, ഇത് നോർമൽ ഒരു കാർ ഇപ്പൊ ഒരു സ്വിഫ്റ്റിന്നോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ എന്താ പറയാ ഒരു ബെലനോയിന്നോ ഒരു കിയ സോണറ്റ് സെഗ്മെന്റ് ആ ഒരു സെഗ്മെന്റിൽ നിന്നൊക്കെ വന്ന് പെട്ടെന്ന് ഒരു റോക്സിലോട്ട് വരുന്ന ആളാണെങ്കിൽ ഒരു എന്തായിരിക്കും പെട്ടെന്ന് മേജറായിട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഏത് തരത്തിലുള്ള ആളാണെന്നുള്ളത് വ്യത്യാസം. പ്രായമുള്ളവരായിരിക്കും, ഇല്ലേ ചുമ്മാ കയറിയിരുന്ന ഉടനെ കാല് മൊത്തം കൊടുത്ത് ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് ഇപ്പൊ പോളോ ഓടിച്ച് ഫുള്ള് മാത്രം ഓടിച്ച് വെട്ടിച്ച് മാറുന്നവനോട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, പറയാൻ പറ്റില്ല. അപ്പൊ എനിക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഓടിക്കണം. അപ്പൊ അങ്ങനെയല്ല, ഇത് കറക്റ്റായിട്ട് ഇതിപ്പം നമ്മൾ 1 മാസം ഓടിക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു താളം കൈ കിട്ടും. അല്ല, ഈ വണ്ടി അറിഞ്ഞു ഓടിക്കുന്ന, വണ്ടി നമ്മളെ ഓടിക്കാതെ വണ്ടിയെ നമ്മൾ ഓടിക്കുക, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കൈ നിൽക്കും. അത്രേ ഉള്ളൂ. വണ്ടിയുള്ള അതിനെ നമ്മൾ ഓടിച്ചാൽ മതി. പക്ഷെ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം, ഇത് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണ്ടല്ലോ. ഓക്കെ. അല്ല, സിറ്റിയിലൊക്കെ ആണെങ്കിലും പാർക്കിങ്ങും ചെറിയ ഊട് വഴി കൂടെ കയറി പോകുമ്പോ എങ്ങനെ കൈ നിൽക്കുന്നുണ്ടോ? 360 ഭയങ്കര ഉപയോഗം. കറക്റ്റ് ഇപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട്, സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട്. കറക്റ്റ് എവിടെയെങ്കിലും ചേർത്തിടാനാണെങ്കിലും എവിടെ എല്ലാ കാര്യത്തിലും 360 ഉണ്ടായിരുന്നല്ലോ. അമ്മയ്ക്കൊക്കെ, എന്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി, ഓടിക്കുന്നുണ്ട്. ഓ നൈസാ. അപ്പൊ അമ്മ 360 ഒക്കെ നോക്കി പാർക്ക് ചെയ്യാൻ നോക്കി പാർക്ക് ചെയ്യാൻ അറിയത്തില്ല, ഇല്ല അങ്ങനെ പാർക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ.